ഫെഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ എൻ്റെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനാണ് പോകുന്നത്. ഇന്ന് നമ്മൾ കലു വാട്ടർഫോൾസ് ആണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് പൂനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 4 മണിക്ക് ട്രെയിൻ ഉണ്ട്. നിങ്ങളൊരു കലു വാട്ടർഫോൾസിലോട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ പോകണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. സോ നമുക്കിനി സ്റ്റേഷനിലെത്തിയിട്ട് പൂനെ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. കലു വാട്ടർഫോൾസിലേക്ക് എത്തിപ്പെടാനുള്ള നിയറസ്റ്റ് സ്റ്റേഷനാണ് കേട്ടോ കല്യാൺ ജംഗ്ഷൻ എന്ന് പറയുന്നത്. അവിടുന്ന് പിന്നീടും നമുക്കൊരു 80-90 കിലോമീറ്റേഴ്സ് സഞ്ചരിക്കാനുണ്ട്. അപ്പോൾ പൂനെയിൽ നിന്ന് കല്യാൺ ജംഗ്ഷനിലോട്ടേക്ക് ഒരാൾക്ക് 80 രൂപയാണ് ചാർജ് വരുന്നത്, ജനറൽ ക്ലാസ് ടിക്കറ്റ്. നമ്മൾ 4 മണിയുടെ ഫസ്റ്റ് കല്യാൺ ജംഗ്ഷനിലോട്ടേക്കുള്ള ഫസ്റ്റ് ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത്തിരി നേരത്തേക്ക് എത്തിയ കാരണം കൊണ്ട് അവിടെ നിന്ന് ഒരു തട്ടിക്കൂട്ട് കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ഓൾമോസ്റ്റ് ഒരു 2 അവർ ജേണിയാണ്. 4 മണിക്ക് കയറി നമ്മൾ ഒരു 6 മണിയാകുമ്പോഴേക്കും കല്യാൺ ജംഗ്ഷനിലെത്തി. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ നേരെ ടാക്സി പിടിച്ചിട്ട് നേരെ നമ്മളിനി നമ്മുടെ കലു വാട്ടർഫോൾസിലോട്ട് പോകാൻ. ഇതൊരു മഴ ദിവസമാണ് കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ വഴി കാണാം. കല്യാൺ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് കേട്ടോ ടാക്സി സ്റ്റാൻഡും വരുന്നത്. സോ നമുക്ക് ഇവിടെ നിന്ന് ടാക്സി കിട്ടും. ടാക്സി എടുത്ത് പോകുന്നതാണ് എപ്പോഴും ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഒരു 3000 ടാക്സി കിട്ടും കേട്ടോ. അപ്പോൾ അവരാദ്യം കൂടുതലൊക്കെ പറയും, പക്ഷെ നമ്മൾ ഒന്ന് പിടിച്ചൊക്കെ നിന്ന് അവരുടെ അടുത്ത് ബാർഗൈനൊക്കെ ചെയ്ത് ഒരു 3000 എത്തണം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു ഓൾമോസ്റ്റ് ഒരു 80-90 കിലോമീറ്റർ ഉണ്ട്. പോണ വഴിയിലൊക്കെ കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, അങ്ങനെ കല്യാൺ ജംഗ്ഷനിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 90 കിലോമീറ്ററും സഞ്ചരിച്ച് നമ്മൾ സവർണ വില്ലേജ് എത്തിയിട്ടോ. ഇവിടെ നിന്ന് ആ ലെഫ്റ്റിൽ കാണുന്ന ആർച്ചിക്കൂടെ വേണം നമുക്ക് കലു വാട്ടർഫോൾസിലോട്ടേക്ക് തിരിയാൻ വേണ്ടിയിട്ട്. നിങ്ങളൊരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സവർണ വില്ലേജിലാണ് ഇറങ്ങേണ്ടത്. ആ ഒരു വഴി നേരെ പോകുന്നത് മൽഷജ്ഘട്ടിലോട്ടേക്കാണ്. നമ്മൾ ആ തിരിയാണ്ട് നേരെ പോകുന്നത്. അങ്ങനെ നമ്മൾ കലു വാട്ടർഫോൾസിലോട്ടേക്ക് പോവാണ്. നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ട് വഴി വരാണെങ്കിൽ ഒരു 5-6 കിലോമീറ്റർ നടക്കാനുണ്ട്. ഒറൽസ് നമ്മൾ ഇതുപോലെ ടാക്സിയിലാണ് സ്വന്തം വണ്ടിയിൽ വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 3 കിലോമീറ്ററോളം വണ്ടി പോവും. പിന്നീട് അവിടെ നിന്ന് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് പിന്നെ നമ്മൾ നടക്കണം. ഈ ഒരു പോണ റൂട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂട്ടാണ് കേട്ടോ. കുഞ്ഞു പാടങ്ങളും കുഞ്ഞു ഗ്രാമങ്ങളൊക്കെ കണ്ട് നല്ല നല്ല നൈസ് റൂട്ടാണ്. നമ്മൾ പോയ ദിവസം നമുക്ക് എവിടെ പോയാലും മഴയാലോ, ഒടുക്കത്തെ മഴയുള്ള ദിവസമായിരുന്നു. അത് കാരണം കൊണ്ട് ആ വ്യൂ ഒക്കെ ഫുൾ ഫോഗ് മൂടിയിരിക്കുകയാണ്. അങ്ങനെ നമ്മളിവിടെ എത്തി കേട്ടോ. ഇവിടെ എത്തി വണ്ടി വരുന്ന പോയിന്റ് വരെ എത്തി. ഭയങ്കര മഴയാണ്. നമ്മുടെ കുറച്ച് കോട്ടൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നടക്കാം. നമ്മൾ അങ്ങനെ കലു വാട്ടർഫോൾസിലേക്ക് ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ മഴ അങ്ങനെ കണ്ടിന്യൂസ് ആയി പെയ്തപ്പോൾ നമ്മൾ വിചാരിച്ചൊന്ന് ഇതൊന്നും നിന്നെങ്കിൽ. പിന്നീട് നമ്മൾ ആ മഴേനെ അങ്ങോട്ടേക്ക് എൻജോയ് ചെയ്ത് തുടങ്ങിയിട്ടാ. കാരണം നമുക്ക് ഒട്ടും ക്ഷീണം അറിയുന്നുണ്ടായിരുന്നില്ല. ആദ്യം കുടയൊക്കെ പിടിച്ച് ഭയങ്കര സെറ്റപ്പിലായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ കുടയും കോട്ടൊക്കെ ഉപേക്ഷിച്ച് ഫുൾ മഴയത്തായിരുന്നു കേട്ടോ.
ലൈഫിൽ ട്രാവൽ ചെയ്തിട്ട് ഡിസപ്പോയിൻ്റ് ആയൊരു ടൈമായിരുന്നു കേട്ടത്. കാരണം ഈ ഒരു റിവറിൽ ക്രോസ് ചെയ്തിട്ട് വേണം ഇനി നമുക്ക് ബാക്കി ട്രക്കിങ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. റിവറിൻ്റെ ഫ്ലോ കൂടുതലായ കാരണം കൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കുറേ പേരൊക്കെ തിരിച്ചു പോയി. ആ സമയത്താണ് കേട്ടോ ഈ ഒരു ടീം പിള്ളേർ വന്നിട്ട് ഇവർ തന്നെ കയറിട്ട് ഇറങ്ങിയത്. പക്ഷേ ഇത് ഇത്തിരി റിസ്ക്കി ആയിരുന്നു. നമ്മൾ ഇത്രയും റിസ്ക് ലൈഫിൽ എടുക്കണോ എന്ന് ഞാൻ ചിന്തിച്ചു. നമ്മളെടുത്തില്ല. പിന്നെ മഴ ആണെങ്കിൽ ഒട്ടും കുറയണമില്ല, വെള്ളം ഒട്ടും കുറയണമില്ല. അത് കാരണം നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് കുറച്ചും കൂടെ ആൾക്കാർ വന്ന് നല്ല സ്ട്രോങ് ആയിട്ട് കയറൊക്കെ ഇട്ട് പോയി തുടങ്ങിയത്, ഒരു ഗ്രൂപ്പായിട്ട് പോയി തുടങ്ങിയത്. ആ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ലൈഫിലൊരു ഹാർഡസ്റ്റ് ഡിസിഷനായിട്ട് എന്തായാലും വന്നതല്ലേ, കണ്ടിട്ട് തന്നെ പോവാം എന്നുള്ള ഡിസിഷൻ എടുത്ത് നമ്മളും ഇതങ്ങോട്ട് ക്രോസ് ചെയ്തു. കണ്ടില്ലേ, ഇവരെല്ലാവരും നമ്മുടെ ഒപ്പം തന്നെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഗൈസ്, ഇവിടെ വരെ നമ്മൾ ഇത്രയും ചിലവ് കൊടുത്ത് വന്നതാണ്. അപ്പോൾ നമ്മൾ വെള്ളം നല്ല കൂടുതലായിരുന്ന സമയത്ത് നമ്മൾ ഇറങ്ങിയില്ല. പക്ഷെ പിന്നീട് മുട്ടിനൊപ്പം വെള്ളമായി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇച്ചിരി റിസ്ക് എടുത്തു ഗൈസ്. എന്നിട്ട് നമ്മൾ ഇറങ്ങി. നമുക്ക് എന്തായാലും ആകെ എനിക്ക് വിഷമമായിരുന്നു. ഇത്രയും വന്ന് ഇനി തിരിച്ചു പോകാമെന്ന് പറയുന്നത് എപ്പോഴും ഒരു വേദനയുള്ളൊരു കാര്യമല്ലോ. സോ നമ്മളങ്ങനെ ഇച്ചിരി റിസ്ക് ഒക്കെ ഇട്ട് നമ്മളങ്ങനെ ക്രോസ് ചെയ്യണം. അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത്. ആ ഒരു റിവറും ക്രോസ് ചെയ്ത് കുറച്ചങ്ങോട്ടേക്ക് നടന്നപ്പോൾ കലു വാട്ടർഫോളിൻ്റെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വ്യൂ അവിടെ നിന്ന് കണ്ടിട്ടോ. കലു വാട്ടർഫോളിൻ്റെ ഒപ്പം തന്നെ തൊട്ടപ്പുറത്ത് വേറൊരു വാട്ടർഫോളും കൂടി ഉണ്ടായിരുന്നു. മഴ കാരണം കൊണ്ട് നല്ല ഫോഗായിരുന്നു. അത് കാരണം കൊണ്ട് കംപ്ലീറ്റ്ലി നമുക്ക് അങ്ങനെ കാണാൻ പറ്റിയില്ല. എന്നാലും നമ്മൾ കണ്ടട്ടോ. അതിനുശേഷം ഇങ്ങനെ മൊത്തം ഭയങ്കര വെള്ളമായിട്ട് കുറേ അങ്ങനെ ഫോൾസ് ഇങ്ങനെ പോണ കാണാം. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു റിവറും കൂടെ ക്രോസ് ചെയ്യാനുണ്ട്. അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ സിപ്പ് ലൈൻ കണ്ടേട്ടോ. ഈ സിപ്പ് ലൈനിന് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് നമുക്ക് ഒരാൾക്ക് 100 രൂപയാണ് ചാർജ് വരുന്നത്. ലൈഫിൽ എൻ്റെ ഫസ്റ്റ് സിപ്പ് ലൈൻ യാത്രയാണിത്. അതും ഒരു റിവർ ക്രോസ് ചെയ്തിട്ടാണ് നമ്മുടെ സിപ്പ് ലൈൻ യാത്ര എന്ന് പറയുന്നത്. ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയിട്ടോ എനിക്ക് ഈ സിപ്പ് ലൈൻ യാത്ര. തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ കാല് ആ വെള്ളത്തിലൊക്കെ മുട്ടിയായിരുന്നേ. സിപ്പ് ലൈൻ ഇറങ്ങിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് കലു വാട്ടർഫോളിൻ്റെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ വ്യൂ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇവിടെ നമ്മൾ കുറേ നേരം അങ്ങോട്ട് നിന്ന് പോയട്ടോ. നമ്മളവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഈ കലു വാട്ടർഫോളിൻ്റെ ഡിസ്റ്റൻറ്റ് വ്യൂ ഒക്കെ നമ്മൾ എടുത്തട്ടോ. ഇന്ന് നമ്മൾ കുറച്ചും കൂടി അടുത്തോട്ട് പോവാണ്. സോ ലെറ്റ്സ് ഗോ. ഇവിടം വരെയുള്ള ട്രക്കിങ് നമുക്ക് കുറച്ച് ഈസി ആയിരുന്നു. പിന്നീട് അങ്ങോട്ടേക്കാണ് ലെവൽ ഓഫ് ട്രക്കിങ് കുറച്ച് കൂടിപ്പോകുന്നത് ഇൻ ദ സെൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീപ്പാണ്. പിന്നെ മഴ കാരണം കൊണ്ട് ഭയങ്കര സ്ലിപ്പറിയാണ്. എല്ലാ വെള്ളം കൂടിയായിട്ടാണ് ഇങ്ങനെ വരുന്നത്. പിന്നെ പിടിക്കാനായിട്ട് നമുക്ക് മരങ്ങളൊക്കെ കുറവായിരുന്നു. ആ പുല്ല് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അത് കാരണം കൊണ്ട് എനിക്ക് ഇത്തിരി ഒരു റിസ്ക്കി ആയിട്ട് തോന്നിയായിരുന്നു. കാരണം നമ്മുടെ റൈറ്റ് സൈഡിൽ ഫുൾ വാട്ടർഫോൾസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. പോണ വഴിയിൽ നമുക്ക് കുഞ്ഞെ വാട്ടർഫോൾസും കാണാം കേട്ടോ. അപ്പം നമ്മൾ ഒരു പോയിന്റിലെത്തി. ഇനി അവിടെ നിന്ന് മുകളിലോട്ട് പോകണം. പക്ഷെ മഴ കാരണം കൊണ്ട് പോസിബിൾ ആണോ എന്ന് അറിഞ്ഞൂടാ. വിൽ ഗോ ആൻഡ് ചെക്ക്. പിന്നീട് ഞാൻ ഫോണൊക്കെ അങ്ങോട്ടേക്ക് എടുത്തു വയ്ക്കുക ചെയ്തത്. കാരണം സ്ലിപ്പറി ഭയങ്കര കൂടുതലായിരുന്നു.
അതിനുശേഷം നമ്മൾ ഫൈനൽ പോയിന്റിലെത്തി കലു വാട്ടർഫോൾസിൻ്റെ. ഇതിൻ്റെ ടോപ്പിൽ ഇത്തിരിയും കൂടെ കയറാനുണ്ട്, പക്ഷേ പോയി വന്നവർ പറഞ്ഞ് ഇതായിരുന്നു ബെസ്റ്റ് വ്യൂ എന്ന് പറഞ്ഞ്. അത് കാരണം കൊണ്ട് നമ്മൾ ഇവിടെ തന്നെ നിന്നുകൊണ്ട് കലു വാട്ടർഫോൾ എൻജോയ് ചെയ്തു കുറേ നേരം. പിന്നെ നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ കുറച്ച് നേരം വെള്ളച്ചാട്ടത്തിലൊക്കെ ഫുൾ നനഞ്ഞായിരുന്നു കേട്ടോ. തിരിച്ചിറങ്ങുമ്പോഴും നമുക്ക് നല്ല അതിശക്തമായ മഴയും ഒക്കെ ആയ കാരണം കൊണ്ട് ഞാൻ തിരിച്ചിറങ്ങണ വീഡിയോസൊന്നും എടുത്തില്ല. ഈ ഒരു റിവർ അരയ്ക്കൊപ്പം തന്നെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു 10 മണിക്ക് ഇവിടെ എത്തിയിട്ട് തിരിച്ച് നമ്മൾ 4 മണി 4:30 കൂടിയിട്ടാണ് നമ്മൾ കലു വാട്ടർഫോൾ കണ്ടിറങ്ങിയത്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കലു വാട്ടർഫോൾസിൻ്റെ കാഴ്ചകൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഇനി പുതിയ സ്ഥലങ്ങളും പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഹോഡോ പീഡീസ് മറ്റൊരു വീഡിയോയിൽ വരും. അതുവരേക്കും ബൈ ബൈ ഫ്രം ഹോഡോ പീഡീസ്.